നമ്മൾ എണ്ണ കാച്ചാൻ പോകണം കേട്ടോ. എൻ്റെ കുഞ്ഞുങ്ങൾക്കും എനിക്കൊക്കെ ഇച്ചിരി തലയിലൊക്കെ എണ്ണ കാച്ചണം. അപ്പം നമുക്ക് നമ്മുടെ കറ്റാർവാഴയൊക്കെ ഒത്തിരി വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറ്റാർവാഴയുടെ നമ്മൾ നട്ട കറ്റാർവാഴയാണിത്. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു പഴുത്തൊലിയൊക്കെ ഇട്ട് ഞാൻ നട്ടത്. ഇതിന് ആദ്യത്തെ തണ്ട് ഞാൻ ഇപ്പം മുറിക്കാൻ പോവാണ് കേട്ടോ. കണ്ടത് ഇത് ഒരു തണ്ട് ഞാൻ മുറിക്കാൻ പോവാണേ. ആണ്ടേ ഒരു തണ്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്കൊരു മഞ്ഞ കളറിലൊരു കറ വരുന്നുണ്ട്. അത് നമുക്ക് വേണ്ട. അത് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ചാരി വെച്ച് അതങ്ങ് പൊയ്ക്കോളും. അപ്പം നമുക്ക് കുറച്ച് ഇലകളൊക്കെ വേണം, പച്ചിലകളൊക്കെ വേണം. എന്നിട്ട് നമുക്ക് എണ്ണ കാച്ചാനുള്ള പച്ചിലകളൊക്കെ വേണം. അതൊക്കെ നമുക്ക് ഇച്ചിരി തലക്കാം. കഴുകിയതൊന്ന് വെക്കാം. അതായത് മണ്ണുണ്ട്, നമുക്കൊന്ന് കഴുകി വെക്കാം. ഒന്ന് കഴുകി വെച്ചിട്ട് നമുക്ക് അടുത്ത ഇലകളൊക്കെ പറിക്കാം. വെട്ടിക്കളഞ്ഞ് കുറേ പുഴുവായപ്പോൾ നമ്മൾ വെട്ടിക്കളഞ്ഞു. അപ്പോൾ നമുക്ക് ചെമ്പരത്തി പൂ പറിക്കാൻ പറ്റത്തില്ല. നമുക്കതുകൊണ്ട് കറിവേപ്പിലത്തണ്ട് വേണം. അത് കറിവേപ്പിലത്തണ്ട് നമുക്ക് വേണം. അതിനകത്തുനിന്ന് കറിവേപ്പിലത്തണ്ട് വേണം. നമുക്ക് മുറ ഇവിടോട്ട് വെച്ചിട്ട് വേണം. എടുത്തിട്ട് കുറച്ച് മതി. നമുക്കൊരു 5-6 തണ്ട് മതി. ഞാനിപ്പോൾ ഇച്ചിരി എടുത്തിട്ടുണ്ട്. തുളസിയില വേണം നമുക്ക്. അതിങ്ങനെ തണ്ടിന് കുറച്ച് മതി. എണ്ണയ്ക്കൊരു മണത്തിനും ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് പറിക്കാം. ഇതുണ്ടല്ലോ, ഇത് നമ്മൾ മുയൽ ചെടി എന്നും പറയും, പൂവാങ്കുറുന്നിലെന്നും പറയും. അപ്പം നമ്മൾ അറിയാവുന്നവർ ഒക്കെ അറിയാം. ഇതിന് നമ്മൾ മുയൽ ചെടി എന്നും പറയും, പൂവാങ്കുറുന്നിലെന്നും പറയും. അപ്പം അത് വേണം നമുക്ക്. ഞാൻ എടുത്തതാണ്ട് കൊടിങ്ങൽ എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, തുളസിയില എടുത്തിട്ടുണ്ട്. നമ്മുടെ മുയൽ ചെടി എന്ന് പറയുന്നത് ഉണ്ട്, ഇത് പൂവാങ്കുറുന്നില. പിന്നെ നമ്മുടെ കയ്യൂന്നി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ഇതൊരു 8 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, അതും കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കരിഞ്ജീരകമാണ്, കരിഞ്ജീരകവും ഉലുവയും അതുകൂടെ ചേർത്ത് അരച്ച്, ഇതെല്ലാം കൂടെ അരച്ച് വേണം നമുക്ക് എണ്ണ കാച്ചാൻ. അപ്പോൾ ഞാൻ പിന്നെ ഒരു കറ്റാർവാഴ കഴുകി വെച്ചിട്ടുണ്ടല്ലോ, കറ്റാർവാഴ കഴുകി കുത്തിച്ചാരി വെച്ചിട്ടുണ്ട്. അത് ഇട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് വേണം അരച്ചെടുത്ത് നമുക്ക് എണ്ണ കാച്ചാൻ കേട്ടോ. നമ്മളിത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചതച്ചിട്ട് പിന്നെ അതാണ്ട് ഇലകളെല്ലാം ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുക. കറ്റാർവാഴയും ഉള്ളിയും നെല്ലിക്കയും നല്ല നീരുണ്ടായതുകൊണ്ട് നമ്മൾ അത് ആ ഒരു നനവിലാണ് നമ്മളിതെല്ലാം ചതച്ചെടുത്തേക്കുന്നത് കേട്ടോ. അതുപോലെ തിന്നിട്ട് അവളെല്ലാം വലിച്ചു കുറച്ച് താഴിട്ടേക്കുക. രാവിലെ തൂത്തുവാരി കളഞ്ഞിട്ട് പിന്നെ നമ്മൾ കൊടുക്കുന്ന തോല് പിന്നെ കടിച്ചു കുറച്ച് താഴിടുന്നതാണ് നിലത്ത് കിടക്കുന്നത്. ഇവിടെ ഒറ്റയ്ക്ക് കൊണ്ട് കെട്ടി അവിടെ നിൽക്കത്തില്ല, ചുമ്മാ നടന്ന് കരയുക. അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടേക്കുന്നത്. ഈ 1 ലിറ്റർ എണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ. ഇത് കെട്ടിക്കണം. ഇതിനകത്തൊരു അറിയാതെടുത്ത് ഞാൻ കമത്തിയതാണ്. കുറച്ച് മാറ്റും. ഞാൻ ട്രെയിൻ പോകുന്നുണ്ട്. ഞാനിത് ഈ അരച്ചത് മൊത്തം ഇതിനകത്ത് ചേർക്കോട്ടോ. പിന്നെ നമ്മൾ ഒഴിച്ച സമയത്ത് തെറിച്ചിട്ടുണ്ട് എണ്ണ അതോടെല്ലാം. അപ്പോൾ ഇത് തിളയ്ക്കുന്നതിന് മുന്നേ നമ്മളിത് യോജിപ്പിക്കുകയാണേ.
ആദ്യമായിട്ടാണ് കരിഞ്ജീരകം ഇട്ട് എണ്ണ കാച്ചുന്നത്. ഞാൻ എണ്ണ കാച്ചിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒരു വട്ടമൊക്കെ കാച്ചി പിന്നെ പറഞ്ഞോ. നമ്മൾ എണ്ണ തിളയ്ക്കുന്ന സമയത്ത് എടുത്ത് യോജിപ്പിക്കാൻ നിൽക്കരുത്. തിളച്ചിട്ട് മറിയും, നമ്മുടെ കയ്യിലൊക്കെ വീഴും. അതുകൊണ്ട് നമുക്ക് എണ്ണ ചൂടാകുന്നതിന് മുമ്പ് എല്ലാം യോജിപ്പിച്ച് കുറച്ച് ഞാൻ ഇതിൽ നിന്ന് മാറ്റി എന്ന് പറഞ്ഞാൽ എനിക്കിതെല്ലാം കൂടി ഒഴിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി നമുക്ക് പരിപാലിക്കാൻ വേണ്ടി മാറ്റി. തീ കുറച്ചിട്ട് ഞാൻ ചെയ്യുന്നത്, വലിയ തീ ഇടുന്നില്ല. തീ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ എണ്ണയിൽ തീ പിടിക്കും. അത് നല്ല കാറ്റുണ്ട്. നമ്മൾ ഗ്യാസിലൊന്നുമല്ല നമ്മൾ വിറകടുപ്പിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊച്ചു തീ ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നല്ല കാറ്റുണ്ട്. നല്ല കാറ്റുണ്ട് ഇവിടെ, കർക്കിടകക്കാറ്റ്, നല്ല കാറ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് നമ്മൾ തീ കുറച്ച് ഇട്ടിട്ടുള്ളൂ. തീയുടെ നാക്കങ്ങനെ ഈ എണ്ണയിലങ്ങനെ പിടിച്ചാൽ പിന്നെ ഒരാളലാവില്ല. നമ്മുടെ എണ്ണ മൂത്തിട്ടുണ്ട് കേട്ടോ, മൂത്തിട്ടുണ്ട്. കരിഞ്ഞതൊന്നുമില്ല, എണ്ണ നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട്. നമ്മളതുകൊണ്ട് പതയൊക്കെ നിന്നപ്പോൾ നമുക്ക് വാങ്ങാം. ഉണ്ട്. ഇനി ഇത് തണുക്കുമ്പോഴേ നമുക്കിത് മാറ്റാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഈ ചീനിച്ചട്ടി നല്ല ചൂടുണ്ട്. ഇപ്പോൾ ഈ ഇരുമ്പ് ചീനിച്ചട്ടിക്ക് നല്ല ചൂടുണ്ടായതുകൊണ്ട് അതിങ്ങനെ ആ ചൂടിലങ്ങ് നല്ല രീതിയിലത് ആയിട്ട് പോകും. ഇപ്പം കരിഞ്ഞ മണമോ ഒന്നുമില്ല. എണ്ണ പാകം ആയതിൻ്റെ ഒരു മണമുണ്ട്. അപ്പോൾ ആ ഒരു നല്ല മണമൊക്കെ ഉണ്ട് ഇതിന്. ഇത് തണുക്കുമ്പോൾ നമുക്കിത് മാറ്റി കുപ്പിയിൽ വെച്ചു. ചൂടാറാൻ കുറേ സമയം എടുക്കും. കുറേ ഈ ഇരുമ്പ് ചീനിച്ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടല്ലോ. അപ്പം ഈ എണ്ണ നമ്മൾ നല്ല തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കോരി ഇത് അരിക്കാം. ഇങ്ങനെ അരിച്ചെടുക്കാം. ഞാനിത് പിന്നെ ഒരു പഴയൊരു അരിപ്പയാണേ, അതിനകത്തോട്ട് ഞാനീ അരിച്ചെടുക്കുവാണേ. ഞാൻ ഇത്ര എണ്ണ എനിക്ക് കാച്ചിയത് കിട്ടിയിട്ടുണ്ട്. ഇത്ര എണ്ണ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ മേടിച്ച കുപ്പിക്കകത്ത് തന്നെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് തണുപ്പത്തെ. നമുക്ക് ഇതിങ്ങനെ തുറന്ന് ഉപയോഗിക്കുകയും ചെയ്യും. ഇത്രയും ഞാൻ കാച്ചിയത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൊത്തൊക്കെ ഇതാ കിടക്കുന്നു. പിന്നെ ഇതെല്ലാം നമ്മൾ പിഴിഞ്ഞെല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ അതിന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും എണ്ണ കാച്ചാനൊക്കെ അറിയാമല്ലോ. വന്നിട്ട് ഞാൻ ഇത് ചെയ്തത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, എൻ്റെ കുഞ്ഞുങ്ങൾക്കും എനിക്കൊക്കെ കേൾക്കാനാണ് നമ്മളത് കാച്ചിയത്. അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.